ഹരി ഓം സർവം കൃഷ്ണാർപ്പണമസ്തു. തുലാക്കൂറിൽ ജനിച്ചവർ കൃശ ശരീരനായും അല്പസന്താനത്തോടു കൂടിയവനായും ഭക്തിയുള്ളവനായും ദൈവവിശ്വാസിയായും സജ്ജനപ്രിയനായും നീളം കൂടിയവനായും ധൈര്യവാനായും ക്രയവിക്രയകാര്യത്തിൽ അതിസാമർഥ്യത്തോടു കൂടിയവനായും സമമായ സുഖദുഃഖത്തോടു കൂടിയവനായും ഭവിക്കുന്നവനാണ് തുലാം കൂറിൽ ജനിച്ചവർ. തുലാക്കൂറ് ശുക്രപരമായിട്ടുള്ള രാശി ആയതിനാൽ, തുലാം രാശി ശുക്രൻ്റെ രാശി ആയതിനാൽ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ, ദുർഗാദേവി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി ശർക്കര പൊങ്കൽ, പൗർണമി തോറും ശർക്കര പായസം, നാരങ്ങാമാല, വെളുത്ത പുഷ്പങ്ങളാൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, വെറ്റ, പാക്ക്, കദളിപ്പഴം, ഞാലിപ്പൂവൻ പഴം എന്നിവ കൊടുത്ത് പുഷ്പാഞ്ജലി നടത്തുന്നതും ഭാഗ്യസൂക്തം, നെയ്വിളക്ക് എന്നിവ നടത്തുന്നതും ഏറ്റവും ഫലപ്രദമായ വഴിപാടുകളാണ്. ദുർഗതി നീക്കുന്നവൾ ദുർഗ, ദുഃഖവിനാശിനി, ദുഃഖത്തെ നശിപ്പിക്കുന്നവൾ ദുർഗ. അങ്ങനെയുള്ള ദേവിയുടെ കൃപാകടാക്ഷത്തോടുകൂടി തുലാക്കൂറുകാർക്ക് ഉത്തേജനം കിട്ടുന്നതാണ്. ദുർഗാദേവീപരമായിട്ടുള്ള ദർശനം, അന്നപൂർണേശ്വരിയുടെ ദർശനം ഏറ്റവും ഉചിതമാണ്. മാസത്തിൽ ഒരു വട്ടമെങ്കിലും ദുർഗാദേവി ക്ഷേത്ര ദർശനം, അന്നപൂർണേശ്വരി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് ഫലവത്തായിട്ടുള്ള കാര്യമാണ്. സാക്ഷാൽ ജഗദംബയുടെ അനുഗ്രഹം. അന്നപൂർണേശ്വരിക്ക് അന്നം വഴിപാടിനായിട്ട് പച്ചരിയും ശർക്കരയൊക്കെ കൊണ്ടുകൊടുത്ത് അന്നം നിവേദ്യം നടത്തുന്നത് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ്. ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഹരി ഓം സർവം കൃഷ്ണാർപ്പണമസ്തു. പാവപ്പെട്ടവർക്ക് അന്നം കൊടുക്കുന്നതും അന്നത്തിന് ദാനം ചെയ്യുന്നതും അന്നമായിട്ട് തന്നെ മേടിച്ചു കൊടുക്കുന്നതും ഉത്തമമായ കാര്യമാണ്. ഹരി ഓം സർവം കൃഷ്ണാർപ്പണമസ്തു.